ക്ഷമയാണ് ജീവിതത്തെ വിജയത്തിലെത്തിക്കുന്നത്. മടിയാണ് ജീവിതത്തെ ദാരിദ്ര്യത്തിൽ ആക്കുന്നത്. അമിതമായ വികാരമാണ് മനുഷ്യനെ ഭ്രാന്തിലെത്തിക്കുന്നത്. അമിതമായ ആഗ്രഹമാണ് മനുഷ്യനെ ദുഃഖത്തിലാക്കുന്നത്. ഏറ്റവും വലിയ സന്തോഷത്തിനു വേണ്ടി കാത്തു നിൽക്കാതെ നമ്മുടെ ജീവിതത്തിൽ കിട്ടുന്ന ചെറിയ ചെറിയ സന്തോഷങ്ങൾ ആസ്വദിച്ച് മുന്നോട്ടു പോകുക. സ്നേഹിക്കാൻ അറിയാതെ പോകുന്നത് ജീവിതത്തിലെ നഷ്ടമാണ്. പക്ഷേ അതിലും വലിയ നഷ്ടമാണ് സ്നേഹിക്കുന്നവരെ അറിയാതെ പോകുന്നത്. നമുക്ക് ചില സമയങ്ങളിൽ ഉപദേശത്തേക്കാൾ ആവശ്യം നമ്മളെ മനസ്സിലാക്കുകയും ക്ഷമയോടെ നമ്മളെ കേൾക്കുകയും ചെയ്യുന്ന ഒരാളെയാണ്. കുടുംബ ജീവിതം നന്നായി പോകണമെങ്കിൽ പരസ്പര സഹകരണവും വിട്ടുവീഴ്ചയും ചെയ്യേണ്ടതുണ്ട്. ഉത്തരവാദിത്വങ്ങൾ ഒരാളുടെ തലയിൽ മാത്രം കെട്ടിവച്ചാൽ അത് കുറ്റപ്പെടുത്തലിന് കാരണമാകും. നമ്മുടെ ജീവിതം വളരെ ചെറുതാണ്. അത് സങ്കടത്തോടെ ഉണരുവാനുള്ളതല്ല. നിങ്ങളെ ശരിയായ രീതിയിൽ സ്നേഹിക്കുന്നവരെ സ്നേഹിക്കുക, അല്ലാത്തവരെ മറക്കുക. എല്ലാം സംഭവിക്കാൻ തീർച്ചയായും ഒരു കാരണമുണ്ടാകും. മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും മോശമായ കണ്ടെത്തലാണ് പണം. എന്നാൽ മനുഷ്യ സ്വഭാവം പരീക്ഷിക്കുന്നതിനുള്ള ഏറ്റവും വിശ്വസനീയ വസ്തുവും ഇതുതന്നെ. നമുക്ക് ഉള്ളതിനെക്കുറിച്ച് അഹങ്കരിക്കുകയും മറ്റുള്ളവർക്ക് ഉള്ളതിനെക്കുറിച്ച് അസൂയപ്പെടുകയും ചെയ്യുന്നത് മൂലം നശിക്കുന്നത് നമ്മുടെ തന്നെ മനസ്സമാധാനമാണ്. പൂർണ്ണ ഹൃദയത്തോടെ ക്ഷമിക്കാനും സ്നേഹിക്കാനും പഠിക്കുക. നിങ്ങളെ ഇഷ്ടപ്പെടാത്ത വ്യക്തികളെക്കുറിച്ച് ഓർത്ത് വിഷമിക്കാതെ സ്നേഹിക്കുന്നവരെക്കുറിച്ച് ഓർത്ത് സന്തോഷിക്കുക. ഒന്നും പറയാതെ മനസ്സിലാക്കുന്നവരുമുണ്ട്, എല്ലാം പറഞ്ഞിട്ടും മനസ്സിലാക്കാത്തവരുമുണ്ട്. നിങ്ങളെ വിശ്വസിക്കുന്ന ഒരാളോട് കള്ളം പറയരുത്. നിങ്ങളോട് കള്ളം പറയുന്ന ഒരാളെ ഒരിക്കലും വിശ്വസിക്കുകയും അരുത്. നിങ്ങൾക്ക് തിരുത്താൻ സാധിക്കാത്തതിനെ ഉപേക്ഷിക്കുവാനുള്ള ധൈര്യം കണ്ടെത്തുന്നതാണ് ജീവിതത്തിലെ ഏറ്റവും മഹത്തായ നിമിഷങ്ങളിലൊന്ന്. നമ്മുടെ ജീവിതം നല്ലതോ ചീത്തയോ എന്നത് നേരത്തെ തീരുമാനിക്കപ്പെട്ടതല്ല. നമ്മുടെ മുന്നിലുള്ള ജീവിതം നല്ലതോ ചീത്തയോ ആക്കേണ്ടത് നമ്മൾ തന്നെയാണ്. നമ്മൾ ധനികനോ കുലീനനോ കഴിവുള്ളവനോ വിദ്യാസമ്പന്നനോ ആരുമായിക്കൊള്ളട്ടെ, മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറുന്നു എന്നത് അടിസ്ഥാനമാക്കിയാണ് നമുക്കുള്ളിലെ വ്യക്തി രൂപപ്പെടുന്നത്. നിങ്ങൾക്ക് ചെയ്യാൻ കഴിയാത്തതൊന്നും ദൈവം നിങ്ങളെ ഏൽപ്പിക്കില്ല എന്ന വിശ്വാസത്തോടെ പ്രവർത്തിക്കുക. ചില വിഷമങ്ങൾ നമുക്കുണ്ടാകുന്നത് നമ്മളെ പരീക്ഷിക്കുന്നതിന് വേണ്ടിയല്ല, മറിച്ച് നമ്മുടെ കൂടെ നടക്കുന്ന ചില ആളുകളെ മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ്. മറ്റുള്ളവർ എന്ത് പറയും എന്നുള്ളതിലല്ല, എനിക്ക് സന്തോഷം നൽകുന്നത് ചെയ്യുന്നതിലാണ് എൻ്റെ സംതൃപ്തി. സഹായിച്ചവരെ ഒരിക്കലും മറക്കരുത്. ചതിച്ചവരോട് പ്രതികാരവും അരുത്. ഒന്നു മാത്രം ഓർമ്മയിൽ സൂക്ഷിക്കുക: ചതിക്കാനും സഹായിക്കാനും ആർക്കും രണ്ടാമതൊരു അവസരം ഉണ്ടാക്കി കൊടുക്കരുത്. നിങ്ങളുടെ കഴിവിൽ വിശ്വസിച്ച് ദൃഢമായ തീരുമാനത്തോടെ നേടിയെടുക്കുവാൻ നിങ്ങൾ പ്രയത്നിക്കുകയാണെങ്കിൽ എന്തും നിങ്ങളുടെ കൈകളിൽ എത്തിച്ചേരാം. പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വരുന്ന സന്ദർഭങ്ങളിൽ അല്പസമയം ശാന്തമായിരിക്കുക. അതിനുശേഷം നിങ്ങളെടുക്കുന്ന തീരുമാനം മികച്ചതായിരിക്കും.